ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതമനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരു സമ്പൂർണ്ണ മാതൃക എന്ന കാര്യമാണ്. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. അതെ, നമുക്ക് നമ്മുടെ കാലുകളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ഒരു അവയവമാണ് കാൽപാദം. അവിടെ നോക്കുമ്പോൾ 100-ലധികം പേശികളും ടെൻഡോണുകളും ലിഗമെന്റുകളും 26 വ്യത്യസ്ത അസ്ഥികളും 33 പേശികളും അടങ്ങിയതാണ് നമ്മുടെ കാൽപാദം. അത് ചിലർക്കത് മുഖമായി തന്നെ മാറിയിരിക്കുകയാണ്. അതിൽ അതിശയിക്കാനില്ല. കാരണം അരിസോണിയയിലെ ജെസ്സിക്ക കോക്കർ എന്ന ഒരു ലേഡി, അവർക്ക് കൈകളില്ലാതെയാണ് അവർ ജനിച്ചത്. എന്നാൽ അവരുടെ ഈ കാലുകൊണ്ട് അവർ കാർ ഓടിക്കുകയും സൈക്കിൾ ഓടിക്കുകയും സ്വിമ്മിങ് ചെയ്യുകയും മാത്രമല്ല, അവര് തായ്ലൻഡിൽ നടന്ന ഒരു കരാട്ടെ മത്സരത്തില് അവര് ബ്ലാക്ക് ബെൽറ്റ് നേടുകയും, അതുപോലെ അവരെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ പൈലറ്റ് ലൈസൻസ് നേടിയ വനിത എന്നാണ്. അപ്പോ അങ്ങനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ പാദത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി വിശേഷമായ കാര്യങ്ങൾ കാണാൻ കഴിയും. അനേകര് കൈകളില്ലാത്തവര് ഇതുപോലെ കാലുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്ന ഈ വാക്യത്തില് യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അവരുടെ കാല് ആ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അവരുടെ കാലിലെ പൊടിയും അഴുക്കുമൊക്കെ കഴുകി കളയുമ്പോൾ അത് യേശു അവിടെ തന്റെ താഴ്മയെ കാണിക്കുകയാണ്. അത് രാജാവും സ്രാഷ്ടാവുമായ ദൈവം, ആമേൻ, അവൻ സ്വർഗസിംഹാസനം വിട്ട് താണ ഭൂമിയിൽ വന്നിട്ട് അവൻ നമുക്ക് കാണിച്ചെന്നൊരു വലിയ മാതൃകയാണ്. ഗുരുവായ അദ്ദേഹം തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി. അത് അവരുടെ കാൽ കഴുകുമ്പോൾ അത് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ പാവങ്ങളെ കഴുകുന്നതിന് തുല്യമാണ്. പ്രിയദേവജനമേ, അതുകൊണ്ട് നമ്മളും നമ്മുടെ ഹൃദയത്തിലെ ഉള്ളതായ സ്വാർത്ഥത, സ്വാർത്ഥാഭിലാഷം, നീരസം, അഹങ്കാരം, അസൂയ എന്നിവയെല്ലാം നാം കഴുകൽ പ്രാപിക്കണം. യേശു നമുക്കൊരു മാതൃക കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുകയും താഴ്മയുള്ളവരായിരിക്കുകയും മറ്റുള്ളവരെ ഇതുപോലെ നമ്മൾ യേശു ചെയ്തതുപോലെ മറ്റുള്ളവരെ സേവിക്കണം. നമുക്കറിയാം, യേശു അനേക കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി, അതെ, അനേക രോഗികളെ സൗഖ്യമാക്കി, എളിയവരെ സഹായിച്ചു. യേശുവിനെ ശകാരിച്ചവർക്കെതിരെ യേശു ശകാരിച്ചില്ല, യേശുവിനെ ഉപദ്രവിച്ചവരെ യേശു ഉപദ്രവിച്ചില്ല. അങ്ങനെ യേശു നമുക്കൊരു നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഒരു വചനം ഇങ്ങനെ വായിക്കുന്നു: കാൽ കഴുകൽ എന്ന ശുശ്രൂഷ സ്വർഗത്തിലെ മഹത്വത്തിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ കീഴടങ്ങലിനെ അനുസ്മരിക്കുന്നുവെന്ന്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പൊ യേശു ഒരു ദൃഷ്ടാന്തമായി മാതൃകയായി ഈ പ്രക്രിയ ചെയ്തു. അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് ഇതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരായി മാറുന്ന നമ്മൾ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. അങ്ങനെ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ സമ്പൂർണ്ണ മാതൃകയെ അനുകരിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ തൊട്ടാരമ്പലം ചർച്ചിലെ പ്രതീഷ് പ്രസാദിനെ ദൈവനാമത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹനാ നല്ല ദൈവമേ, ഇന്ന് ഈ ജൂലൈ 10 തീയതിയായ ഈ ബുധനാഴ്ച ദിവസത്തിൽ നിന്റെ വചനം കേൾപ്പാൻ, സ്വർഗീയ മന്ന കേൾപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. യേശുവിന്റെ മാതൃകയെ ഞങ്ങൾ കാണുവാൻ ഇടയായല്ലോ. കർത്താവ്, ഒരു സമ്പൂർണ്ണ മാതൃക നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് അനുകരിക്കുവാനും യേശുവിലുള്ള ആ താഴ്മയുടെ സ്വഭാവം അനുകരിക്കുവാനും ഞങ്ങളുടെ ഹൃദയശുദ്ധിയുള്ളവരായി മറ്റുള്ളവരെ ഞങ്ങൾ സേവിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ കർത്താവെ പ്രതീക്ഷിനെ ദൈവം അനുഗ്രഹിക്കണം, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവജനത്തെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ ദൈവത്തിന് കരം വെളിപ്പെടണമേ. കൂടെ ഇരുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.